വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഈ വർഷം നടക്കാൻ പോകുന്ന SSLC എക്സാമിനകത്ത് നമ്മൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത് ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത്രയും വലിയ ഫാക്റ്റുകൾ ഓർത്തു വെക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഒരു കോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കോഡ് പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓർത്ത് വെക്കാം. മക്കളെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ലോക്കൽ ബിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ബിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻ, പ്രധാനമായും അറിയാം കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പ്രധാനമായും നമുക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ ബിൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഇതുപോലെ ചിനൂക്ക് ഉണ്ട്, ഫൊൻ ഉണ്ട്, അതുപോലെ ഹാർമറ്റൻ ഉണ്ട്, ലൂ ഉണ്ട്, മാംഗോ ഷവർ ഉണ്ട്, അതുപോലെ കാൾബൈ ഷാഗി ഉണ്ട്. പ്രധാനപ്പെട്ട നമുക്കറിയാം ബിൻഡുകളാണ്, ലോക്കൽ ബിൻഡുകളാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതിൻ്റെ സ്വഭാവം നമ്മൾക്ക് അറിയണം. എന്താണ് അതിൻ്റെ സ്വഭാവം, അതേപോലെ തന്നെ അതിൻ്റെ റീജിയൻ, അത് എവിടുന്നാണ്, ഏത് സ്ഥലത്തു നിന്നാണ് അത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിനൂക്കാണ്. ചിനൂക്ക് വരുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ആണ് കേട്ടോ മക്കളെ. എല്ലാം വരണ്ട കാറ്റുകളാണ്. എല്ലാം നിങ്ങൾ കണ്ടത് ഒരു ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ വരണ്ട കാറ്റുകളാണെന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്, ഇതുപോലെ തന്നെ ഭയങ്കര ചൂടുള്ള ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കാറ്റുകളാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഇനി നിങ്ങൾ കണ്ടത് ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ നോക്കാം. ചിനൂക്ക് വരുന്നത് എവിടെയാണ്? അത് നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടെയ്ൻസ് ആണ്. റോക്കി മൗണ്ടെയ്ൻസ് അറിയാം. ഇനി ഫൊൻ വരുന്നത് എവിടെയാണ്? യൂറോപ്പിലുള്ള ആൽപ്സ് മൗണ്ടെയിലാണ് എന്ത് വരുന്നത്, ഫൊന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. ഇനി ഹാർമട്ടൻ വരുന്നത് ഏതാണ്? ആഫ്രിക്കയിലാണ്, വെസ്റ്റ് ആഫ്രിക്കയിലാണ് വരുന്നത്. ലൂ വരുന്നത് എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലാണ് വരുന്നത്. പിന്നെ വരുന്നത് മാംഗോ ഷവറാണ്. മാംഗോ ഷവർ വരുന്നത് സൗത്ത് ഇന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യ. കാൾബൈ ഷാഗി വരുന്നത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പോലെ ആസാം, ഇങ്ങനെയുള്ള സ്ഥലത്താണ്. ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇത് പല ആൾക്കാർക്കും എന്ത് ചെയ്യും, സംശയങ്ങൾ വരാറുണ്ട്. ആ സംശയം നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഉണ്ടാകില്ല. അത് എളുപ്പമാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കാം, എല്ലാവരും നോക്കട്ടോ. ചിനൂക്ക് എങ്ങനെയാണ്, ഞാൻ ചിനൂക്കിനെ ഈ നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ റോക്കി മൗണ്ടെയ്ൻസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്, അത് ഓർത്ത് വെച്ചോളി. നിങ്ങൾ നോക്കിയാൽ ഈ ചിനൂക്ക് എന്ന് പറയുമ്പോൾ, ചിനൂക്ക് നമ്മൾ ഇങ്ങനെ പറയാണ്, മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, ചിനൂക്ക് 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 ക്ക് 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 കണ്ടില്ലേ, ക്ക് 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 അതിലുണ്ട് ചിനൂക്ക് ക്ക്. അത് അവിടെ നോക്കി, റോക്കി കീ നമ്മളിപ്പോൾ എഴുതുകയാണ്, റോക്കി കീ കീ അല്ലേ. ഒരു ക്ക് 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 ഇതൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചിനൂക്ക് റോക്കി, നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, അത് അവിടെ ഓർത്ത് വെക്കാം. ചിനൂക്ക് റോക്കി അല്ലേ. അതിൽ രണ്ടിലും കാ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നോക്ക്, ഫൊന്നാണ്. ഫൊൻ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇത് എന്താണ്? ആൽപ്സ് മൗണ്ടെയിൻ ആണ്, ആൽപ്സ് ആണ്. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഫൊന്നിന് പകരം, ഫൊൻ എന്ന് പറയുന്നതിന് നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞോ. ഫൊന്നിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ഫൊൻ 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 എന്താണ്? ഫോൺ എന്ന് പറഞ്ഞൂടെ, ഫോൺ എന്ന് ഓർത്ത് വെച്ചോളാം. ഫോൺ അല്ലേ, ഫൊൻ അല്ല, ഫോൺ എന്ന് ഓർത്ത് വെച്ചോളാം. ഫോൺ ഉണ്ടെങ്കിൽ ഫോണിനുള്ളിൽ എന്ത് വേണം, ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഫോണിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ആപ്സ് വേണം. ആപ്സ് വേണ്ടേ? ആപ്സ് വേണം. എന്താ അവിടെ ഉണ്ട്, ഇവിടെ ആൽപ്സ് ആണ്, ഇവിടെ ആൽപ്സ് ആണ്. നമ്മൾ എന്താക്കിയാൽ മതി, ആപ്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോണാണ്. ഫോൺ ഉണ്ടെങ്കിൽ ഫോണിന് എന്ത് വേണം, ആപ്പ് വേണം എന്ന് ഓർത്താൽ മതി. ആപ്പ് വേണം. അപ്പോൾ അത് അവിടെ പറയാം, നിങ്ങൾക്കറിയാം ഫൊന്ന് എവിടെയാണ്, ആൽപ്സ്. ആപ്പല്ല, ആപ്സ്. സുഖമായിട്ട് എന്ത് ചെയ്യുന്ന നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഫൊന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്, ആപ്സ് ആണ്. അത് നമുക്ക് കിട്ടും. ഇനി ഹാർമട്ടൻ ആണ്. ഇതൊക്കെ അല്ലേ ഹാർമട്ടന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോഡൊന്നുമില്ല. അത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് അറിയിക്കുക. നിങ്ങൾക്ക് ഹാർമട്ടനെ, അത് ആഫ്രിക്കയാണ് വരിക, വെസ്റ്റ് ആഫ്രിക്കയാണ് വരിക, പടിഞ്ഞാറൻ ആഫ്രിക്കയാണ് ഹാർമട്ടനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്നും അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അവിടെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റുകളാക്കണേ. നല്ല കമൻറ്റിന് ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. നമുക്ക് നോക്കാം ആരുടേതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കമൻറ്റ് എന്നുള്ളത് നോക്കുകയും ചെയ്യാം. നിങ്ങൾ അത് എന്തായാലും എന്ത് ചെയ്യണം. ഇനി അടുത്ത നോക്കിയോളൂ, ലൂ ആണ്. ലൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ലൂവിൻ്റെ സ്ഥലം എവിടെയാണ്?
എന്താണ്? നോർത്ത് ഇന്ത്യ ആണ്. നോർത്ത് ഇന്ത്യ, ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയാണ്. വടക്കേ ഇന്ത്യ. മക്കളെ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. ഈ ലു എന്ന് പറഞ്ഞാൽ ലു, നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. വടക്കേ ഇന്ത്യ, ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യ ആണോ തെക്കേ ഇന്ത്യ ആണോ? നമുക്ക് ജീവിക്കാനായിട്ടുള്ള നല്ല സാഹചര്യമൊക്കെ ഉള്ളത് എവിടെയാണ്? ഒരു സംശയവും വേണ്ട, നമ്മുടെ തെക്കേ ഇന്ത്യയാണ്. വടക്കേ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം, വടക്കേ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലെ ആൾക്കാരൊക്കെ തന്നെ പലതരത്തിലേക്ക് പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ തന്നെ പല പ്രശ്നങ്ങളിലെ ആളുകളൊക്കെ ഒരുപാട് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളുള്ള നടക്കുന്നൊരു സ്ഥലമാണ് ഇത് വടക്കേ ഇന്ത്യ അല്ലെ. ജാതി സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. തെക്കേ ഇന്ത്യയെ അപേക്ഷിച്ച് വടക്കേ ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമല്ലോ, നമ്മൾ തെക്കേ ഇന്ത്യക്കാരാണ്, നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യക്കാരാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയെ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുക എന്താണ്? ഈ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊക്കെ എന്താണ്? ലൂസാണ് എന്ന് അങ്ങ് ഓർത്തച്ചാൽ മതി. എന്താണ്? ലൂസാണ്. ഒരു അത്യാവശ്യം ലൂസുള്ള ആൾക്കാരാണ് ഇവിടെ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരെന്ന് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വടക്കേ ഇന്ത്യക്കാർ അത്യാവശ്യം ലൂസാണ് എന്നുള്ളത് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ലു എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വടക്കേ ഇന്ത്യ എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കോളി, മാംഗോ ഷവറാണ്. മാംഗോ ഷവർ ഈ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാം അതേതാണ്? സൗത്ത് ഇന്ത്യയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ മതി, ഇപ്പം ഇനിയും മാർച്ച് മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ മാങ്ങയൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ടാകുന്ന സമയമാണ്. അപ്പം നമുക്കറിയാം മാംഗോ ഷവേഴ്സ്, ഈ പറയുന്ന ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാങ്ങ വീഴുന്നുണ്ട്. അപ്പം നമുക്ക് സിമ്പിളായി കിട്ടും എന്തും, കാറ്റടിക്കുമ്പോൾ മാങ്ങ വീഴുന്നുണ്ടെങ്കിൽ ഈ മാംഗോ ഷവേഴ്സ് ഈ പറയുന്ന എവിടെയാണ്? സൗത്ത് ഇന്ത്യ ആണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതാണ്. പിന്നെ കാൽബൈശാഖി ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ അത്രയും കാൽബൈശാഖിൻ്റെ വെസ്റ്റ് ബംഗാൾ അതുപോലെ അസ്സാമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ളതിൽ നമ്മൾ ചിനൂക്ക് കോഡിലൂടെ നമ്മൾ പഠിച്ചു, ഫൊന്ന് നമ്മൾ കോഡിലൂടെ പഠിച്ചു, ഇതുപോലെ ലു നമ്മൾ കോഡിലൂടെ പഠിച്ചു, മാംഗോ ഷവർ മുമ്പൊക്കെ അല്ലാതെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ 1, 2, 3, 4, 5, 6 എണ്ണത്തിൽ 5 എണ്ണമാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ 5 എണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ 4 എണ്ണം കോഡ് മുഖേന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. 4 എണ്ണം അറിയെങ്കിൽ 5ാമത്തത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ആക്കാൻ പറ്റും. ഇനി അതല്ല, ഹാർമാട്ടൻ്റെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ ഒരു വലിയൊരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു വലിയൊരു ഭാഗം നമ്മൾ ഒരു കോഡിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓർത്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഓർമ്മയിൽ വരും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈസിയായിട്ട് പറഞ്ഞൂടെ? ചിനൂക്ക് എവിടെയാണ്? റോക്കി എന്ന് പറയാൻ പറ്റും. ഫോൺ എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ്? ആപ്പ്. ഫോണിൽ എന്ത് വേണം? ആപ്പ്. അപ്പോൾ ആൽപ്സ് എന്ന് ഓർക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ലൂസാണ് എവിടെ ഉള്ളവർക്ക്? നോർത്ത് ഇന്ത്യക്കാർക്ക്. അപ്പോൾ അവർക്ക് വടക്കേ ഇന്ത്യ എന്നുള്ളത് കറക്റ്റ് കിട്ടും. പിന്നെ മാംഗോ ഷവർ എവിടെയാണ്? തെക്കേ ഇന്ത്യ എന്നുള്ളതും സിമ്പിളായി കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായിട്ട് നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഹാർമാട്ടൻ്റെത് ആർക്കെങ്കിലും കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോഡ് കൂടി എന്ത് ചെയ്യണം? താഴെ വിടണം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല കോഡിന് നമ്മൾ എന്ത് ചെയ്യും? റിപ്ലൈ എന്തായാലും തരുമെന്നുള്ളതാണ്. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു. നമുക്ക് കാണാം മക്കളെ. Bye.